യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ജൂലൈ 1 മുതൽ ജൂലൈ 13 വരെ റോസ്റ്റാ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി ജൂലൈ 13-ാം തീയതി റോസ്റ്റാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുക. മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ മാതാവിനോട് ചേർന്ന് ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് നല്ല വിശുദ്ധിയും പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥന, പ്രാശ്ചിത്വം പ്രവൃത്തികൾ എല്ലാം ചെയ്തുകൊണ്ട് ഈശോയിലേക്ക് തിരിച്ചു വരുവാനും അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ തീരുവാനും നമ്മെ ഓരോരുത്തരെയും മാതാവിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് മാതാവിൽ വിളഞ്ഞിരുന്ന ഗുണങ്ങൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധാത്മാവിൽ ആനന്ദം, സന്തോഷം കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നിറയ്ക്കുവാനും ദൈവികമായ പ്രകാശം ജപമാല ചെല്ലുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഇത് കർത്താവിൻ ദാസൻ നിന്റെ വാക്കിനെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി ഈശോയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് സ്വന്തം ജീവിതം പരിശുദ്ധാത്മാവിനോടും ഈശോയോടും ഇത്രയധികം അടുത്ത് ആഴത്തിൽ ഇടപഴകിയ ഒരു സഹരക്ഷകയാണ് ഈ ലോകത്തിൻ്റെയും സകല ജനപദങ്ങളുടെയും നാഥയായിട്ട്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട്, ഈശോയുടെ ദൈവകുമാരനായ ഈശോയുടെ മാതാവായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നമുക്ക് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു എളുപ്പത്തിൽ ഈശോയിൽ എത്തിച്ചേരാനുള്ളൊരു കുരുക്കു വഴിയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, പരിശുദ്ധ അമ്മ നിരന്തരം ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പാപങ്ങളൊന്നുമില്ലാതെ, പാപത്തിൻ്റെ കറ പോലും ഇല്ലാതെ കളങ്കരഹിതയായി ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളും ഈശോയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും പാപബോധവും അനുതാപവും പ്രാശ്ചിത്വവും വഴി, പരിഹാര പ്രവർത്തികൾ വഴി ഈശോയിലേക്ക് തിരിച്ചു വരാനും പാപത്തിൽ പിന്തുടരാതെ പാപത്തിൽ വീണുപോയ പാപങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അനുദപിക്കാനും തിരിച്ചു വരുവാനും ഉള്ള ഒരു പാപബോധവും മാനസാന്തരവും പ്രാശ്ചിത്വവും നിറഞ്ഞ ഒരു വ്യക്തികളായിട്ട് ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാനും ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങൾ ഓരോരുത്തരുടെ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ വ്യക്തി ജീവിതത്തെയും അവരിലുള്ള എല്ലാ നിരാശകൾ, ദുഃഖങ്ങൾ, നിരാശകൾ, രോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മേ അങ്ങ് ഈശോയോട് പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി പ്രത്യാശ നിറഞ്ഞ് ആനന്ദവും സന്തോഷവും നിറഞ്ഞ വ്യക്തികളായിട്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സ്വർഗത്തിലെ മുനാസ്വാദനങ്ങൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കാനായിട്ട് പരിശുദ്ധിയുടെ വിളനിലയമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അഭിഷേകം ചെയ്ത് അങ്ങനെ ഈശോയുടെ അനുരൂപരായിട്ട് തീർക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം റോസാ മിസ്റ്റിക്ക മാതാവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് മാതാവ് നൽകിയ
വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. 1947 മുതൽ 1976 വരെ പരിശുദ്ധ അമ്മ ഇറ്റലിയിലെ മോണ്ടോക്കാരി എന്ന സ്ഥലത്ത് പിയറീന എന്ന ഗില്ലി എന്ന നേഴ്സിന് ദർശനം നൽകിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ തിരുസ്വരൂപത്തിൽ നിന്ന് 3 റോസാ പുഷ്പങ്ങൾ പ്രാർത്ഥന, വെള്ള റോസപ്പുഷ്പം പ്രാർത്ഥനയെയും ചുവപ്പ് പരിത്യാഗത്തെയും മഞ്ഞ പ്രാശ്ചിത്യവുമാണ് സൂചിപ്പിക്കുന്നത്. 1947 ഒരു വസന്തകാലത്ത് ഇറ്റലിയിലെ മോണ്ടോക്കേരി എന്ന സ്ഥലത്ത് പിയറീന എന്ന ഗില്ലി എന്ന നേഴ്സിന്, ഒരു നേഴ്സായിരുന്ന ആ വ്യക്തിയുടെ ആശുപത്രിയിലെ ചാപ്പലിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ സുന്ദരിയായ സ്ത്രീ ആയിരുന്നെങ്കിലും ആ മുഖഭാഗം വളരെ വിഷമത്തോടെ കാണപ്പെട്ടതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. ആ സ്ത്രീയുടെ നെഞ്ചിൻ്റെ ആ ഭാഗത്ത് വലിയ 3 വാളുകൾ തുളച്ചു കയറിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്യം എന്നീ വാക്കുകൾ 3 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് മാതാവ് അപ്രത്യക്ഷമായി. അതേ വർഷം ജൂണിലെ 13-ാം തീയതി ആ സുന്ദരിയായ സ്ത്രീ പിയറീന ഗില്ലിക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് 3 വാളുകൾക്ക് പകരം 3 റോസാപ്പൂക്കൾ ആ ഹൃദയത്തിൽ കാണപ്പെട്ടു. അവയുടെ നിറങ്ങൾ വെള്ള, ചുവപ്പ്, സ്വർണം എന്നീ നിറത്തിൽ ആയിരുന്നു. ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ഈ ലോകം മുഴുവനുള്ള എല്ലാവരുടെയും അമ്മയാണെന്നും ഈ പ്രത്യക്ഷീകരണം വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ളതാണെന്ന് അമ്മ പ്രത്യേകം അവിടെ പറയുന്നു. ഇത്തരത്തിൽ എന്നെ ആദരിക്കുന്ന മതസ്ഥാപനങ്ങൾക്കും പുരോഹിതർക്കും പ്രത്യേകമായ സംരക്ഷണം അമ്മ വാഗ്ദാനം ചെയ്തു. അങ്ങനെ വണങ്ങുന്ന സ്ഥാപനങ്ങളിലെ ദൈവവിളികൾ കൂടുതൽ വർദ്ധിക്കുന്നതിനും തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സിൽ ഇടർച്ചയില്ലാതെ ഉറച്ചു നിൽക്കാനും ദൈവദാസന്മാർക്ക് വലിയ വിശുദ്ധിയും നൽകുമെന്നും അമ്മ വാഗ്ദാനം നൽകി. എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആചരിക്കണമെന്നും 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലണമെന്നും അമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചു. അമ്മയെ ഈ വിധം ആദരിക്കുന്ന എല്ലാ മതസ്ഥാപനങ്ങൾക്കും സഭാ സമൂഹങ്ങൾക്കും പുരോഹിതന്മാർക്കും പ്രത്യേകമായ കൃപകൾ നൽകുമെന്നും ജൂലൈ 13-ാം തീയതി റോസാമിസ്റ്റിക് മാതാവിൻ്റെ ബഹുമാനാർത്ഥം തിരുനാൾ ആഘോഷിക്കണമെന്നും അമ്മ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. പിയറീന മാതാവിനോട് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി അമ്മ പറഞ്ഞു, ഏറ്റവും വ്യക്തമായ ദൈവമായ ആത്മാക്കളുടെ ജനനം ആയിരിക്കും. അവർ കുറച്ചു കാലം അവസാന കാലഘട്ടത്തിൽ മന്ദഗതി നിറഞ്ഞവരും അവിശ്വസ്തരും തങ്ങളുടെ ദൈവികതയ്ക്കെതിരെ
തുഴയുന്നവരും നമ്മുടെ കർത്താവിന് ഗുരുതരമായും ദ്രോഹിക്കുന്നവരുമായിരിക്കും. ഇതുമൂലം സഭയിൽ വലിയ പീഡനങ്ങളും ശിക്ഷകളും ഉണ്ടാകും. എന്നാൽ പിന്നീട് അവർ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലെ പടവുകൾ ചവിട്ടി കയറുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തു. മൂന്ന് വാളുകളും 3 റോസാപ്പൂക്കളും അമ്മ പിയാനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആദ്യത്തെ വാൾ ദൈവവിളി നഷ്ടപ്പെടുത്തിയ പുരോഹിതരെയും സന്യസ്തരെയുമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് മാരകമായ പാപത്തിൽ കഴിയുന്ന വൈദികരെയും സന്യസ്തരെയുമാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്ന സന്യസ്തരെയും പുരോഹിതരെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറത്തിലുള്ള റോസപ്പൂവ് പ്രാർത്ഥനാ ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നിറത്തിലുള്ള റോസപ്പൂവ് പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളെയാണ്, ത്യാഗപ്രവർത്തികളെയുമാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ സ്വർണ്ണ നിറത്തിലുള്ള റോസപ്പൂവ് പരിഹാര പ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. 1947 ഹോസ്പിറ്റലിലെ ചാപ്പലിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് തുതരെയുള്ള കുറ്റകൃത്യങ്ങളാൽ ദിവ്യപുത്രൻ അവന്റെ നീതിക്ക് അനുസൃതമായും പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചു. അതിനാൽ ദൈവത്തിനും ദൈവപുത്രനും മനുഷ്യവർഗത്തിനും മധ്യേ പ്രത്യേകിച്ച് സമർപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ മധ്യേ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. പിയറിയ അമ്മയോട് നന്ദി പറഞ്ഞു. സ്നേഹത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് എത്ര മനോഹരമായ ആശയമാണ് പങ്കുവെച്ചു കൊടുത്തത്. സ്നേഹത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ പ്രത്യക്ഷയായി. 4ാമത്തെ പ്രത്യക്ഷീകരണത്തില് അമ്മ 3ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. നവംബർ 22 5ാമത്തെ പ്രത്യക്ഷീകരണം പിയറിയ ഗില്ലയോട് തൻ്റെ ദേവാലയത്തിൻ്റെ തറയിലെ നാവ് കൊണ്ട് 4 കുരിശ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. പരിഹാരത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ആ സ്ഥലത്ത് അനേകം ആത്മാക്കളുടെ മാനസാന്തരം അമ്മ വാഗ്ദാനം ചെയ്തു. വിഷമത്തോടെ അമ്മ പറഞ്ഞു, ഇറ്റലിയിലെ പല വിശ്വാസികളും ദൈവത്തിനെതിരായിട്ട് പാപങ്ങൾ ചെയ്യുന്നു. ഇതിലൂടെ കർത്താവ് അവഹേളിക്കപ്പെടുകയാണ്. ഇനിയും പരിഹാര പ്രവൃത്തികളും പ്രാശ്ചിത്യവും പ്രാർത്ഥനയും അമ്മ ആവശ്യപ്പെടുന്നു. പരിഹാരം എന്നാൽ ദൈവീയ കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ ചെറിയ കുരിശുകൾ സന്തോഷത്തോടു കൂടിയും സ്വീകരിക്കുകയെന്ന് അമ്മ ഓർമ്മപ്പെടുത്തി. ഡിസംബർ 8 അമ്മ ഉത്ഭവ തിരുനാൾ ദിവസമായി. അന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ പ്രാർത്ഥനാപൂർവം ചെലവഴിക്കണമെന്നും ആ സമയത്ത് അനേകം ആത്മാക്കളെ കഠിനഹൃദയരെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്യുന്നു. ഇത് കൃപയുടെ സമയമെന്നാണ് അമ്മ അറിയപ്പെടുന്നത്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫാത്തിമയിലും വിമല ഹൃദയത്തോട് ഉള്ള ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്
പറഞ്ഞിരുന്നതായി അമ്മ ഓർമ്മിപ്പിക്കുന്നു. മോണ്ടിക്കാരിയില് റോസ മിസ്റ്റിക മാതാവിനുള്ള ഭക്തി പ്രചരിക്കണമെന്നും അതിലൂടെ അമ്മ അനേകം കൃപകൾ വർഷിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഇത്തവണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് തൻ്റെ മേലങ്കിക്കുള്ളിലെ 2 കുട്ടികളെ അമ്മ പിയറീന ഗില്ലിക്ക് കാണിച്ചു കൊടുത്തു. ഫാത്തിമയിലെ വിശുദ്ധരായ ഫ്രാൻസിസും ജെസീൻ്റെയുമായിരുന്നു ആ കുട്ടികൾ. ഡിസംബർ 8-ാം തീയതി പിയറിയയ്ക്ക് വിമല ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. താൻ അമവൽബയാണെന്ന്, കൃപകളിലെ മറിയമാണെന്നും, കൃപ നിറഞ്ഞവളാണെന്നും ദൈവകുമാരനായ യേശുവിൻ്റെ അമ്മയാണെന്നും അരുളി ചെയ്തു. കൃപയുടെ ആ മണിക്കൂറുകൾ ലോകം മുഴുവനും ആചരിക്കണമെന്നും അനുതാപത്തിൻ്റെ കണ്ണുനീർ തൂകുകയും പ്രായശ്ചിത്തം ചെയ്യണമെന്നും തൻ്റെ സഹായം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവനും സ്വർഗത്തിലേക്കുള്ള വഴിയും ആയുഷ്കാലമൊക്കെയും കൂടെ ഉണ്ടാകുമെന്നും അമ്മ വാഗ്ദാനം നൽകി. തൻ്റെ മധ്യസ്ഥം വഴി പിതാവിൻ്റെ വലിയ വിധിയെ വൈകിപ്പിക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നുള്ള ഓർമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ അനേകം ആത്മാക്കൾക്ക് ആ പ്രത്യക്ഷീകരണത്തിലെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പോളിയോ ബാധിച്ച് 5 വയസ്സുകാരനും ക്ഷയരോഗം ബാധിച്ച് 26-കാരനും പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. അതേസമയം വീട്ടിലായിരുന്ന 36-കാരിക്ക് ശാരീരികവും മാനസികവുമായ സൗഖ്യം സ്വീകരിക്കാനായി സാധിച്ചു. ഓസമിസ്ക മാതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെ അനേകം അത്ഭുതങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രാർത്ഥനയും പരിഹാരവും പ്രായശ്ചിത്തവും എന്നീ 3 കുരുക്കു വഴികളിലൂടെ അനേകം ആത്മാക്കളെ നേടിയെടുക്കാനായിട്ട് അവസാന കാലഘട്ടത്തിലെ പരിശുദ്ധമ്മ തന്നെ വിമല ഹൃദയമാകുന്ന നോഹയുടെ പെട്ടകത്തിലൂടെ സ്വർഗീയമായ പ്രവേശനം, സ്വർഗത്തിലെ വലിയ ദാനങ്ങൾ, സമ്മാനങ്ങൾ പരിശുദ്ധ കന്യാമറിയം വാഗ്ദാനം ചെയ്യുന്നു. ജൂലൈ മാസത്തിലെ 2 തിരുനാളുകളാണ് ആഘോഷിക്കുന്ന. ഒന്ന് ജൂൺ 13-ന് റോസ മിസ്റ്റിക മാതാവിൻ്റെ തിരുനാളും 2ാമത് കർമ്മല മാതാവിൻ്റെ തിരുനാളുമാണ് ആഘോഷിക്കുന്നത്. ഈ ദർശനത്തിലൂടെയെല്ലാം മാതാവ് കർത്താവിന് വേണ്ടിയും ജ്വലിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മെ ഓരോരുത്തരെയും മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിക്കാം. പുതിയമായൊരു ദൈവീയമായ ഭക്തി
പരിശുദ്ധ മറിയം സർവ്വജനപദങ്ങളിലെയും നാഥ എന്നറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. കുരിശുമായിട്ടും അത്രയേറെ ദൃഢമായ ഒരു ബന്ധമാണ്, പൂർണ്ണമായ ഐക്യം മാതാവിനുണ്ടായിരുന്നു. കന്യാമറിയത്തിന് മധ്യസ്ഥതയും അഭിഭാഷകയുമായി ലോകത്തിലേക്ക് വന്നു. കാൽവരി കന്യാമറിയം സഹരക്ഷയും മധ്യസ്ഥതയും അഭിഭാഷകയുമാകുന്നു. എല്ലാ ജനപദങ്ങൾക്കും വേണ്ടിയും കൃപയും ശാന്തിയും രക്ഷയും കിരണങ്ങൾ ചൊരിയാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഓ പരിശുദ്ധ മറിയമേ, റോസാമിസ്റ്റിക മാതാവേയും എല്ലാ വൈദിക സന്യസ്തരെയും അമ്മയുടെ വിമോചനത്തിലേക്ക് സമർപ്പിക്കുന്നു. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും പാലിച്ചുകൊണ്ട് തീഷ്ണതയിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്ത് ദൈവവിളികളിൽ തടസ്സം നേരിടുന്ന വൈദികർക്കും സന്യസ്തർക്കും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ വേണ്ട കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ ആ കണ്ണുനീരുകൾ താഴെ വീഴുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ 3 ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ച് കഴിയുന്ന വ്യക്തികളാണ്. ഒന്നാമത്തത്. 2, ദൈവവിളി ലഭിച്ചിട്ടും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുന്ന വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. കൃപ നഷ്ടപ്പെടുന്ന ജീവിതത്തിലെ ദൈവികമായ കൃപകളെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. 3-ാമത്തെ മാരകമായ പാപങ്ങൾ ദാഹത്തോടെ പാപങ്ങൾ ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് മറ്റുള്ളവരിൽ പോലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന നിലയിലുള്ള സംസാരവും പെരുമാറ്റവുമാണ് സൂചിപ്പിക്കുന്നത്. പുരോഹിതരും സന്യസ്തരും കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തികളും സ്വന്തം അവരുടേതായ ആ ദൈവവിളിയിൽ എന്ന മഹാദാനം ലഭിച്ചതിനെ കുറിച്ച് വിളി സ്വന്തമാക്കിയിട്ട് ആ വിളിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ട് പാപം ചെയ്യുന്ന മാരകമായ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ജൂലൈ 1 മുതൽ ജൂലൈ 13 വരെ പ്രാർത്ഥന ദിനമായിട്ട് ആചരിക്കണമെന്നും എല്ലാ മാസവും 1 മുതൽ 13 വരെയുള്ള തീയതികൾ അദിനമായി ആചരിക്കണമെന്നും ഒക്ടോബർ 13 മരിയൻ ദിനമായിട്ട് ആചരിക്കണമെന്നും അന്ന് പാപപരിഹാര ദിനമായിട്ട് അന്ന് ബലിയർപ്പിക്കണമെന്നും അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. എല്ലാം പുഷ്പങ്ങൾ നമുക്ക് ദൈവം മാതാവ് തന്നുകൊണ്ട് വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കണമെന്നും പരിശുദ്ധിയുടെ വിളനിലയമായ അമ്മയെ പോലെ വിശുദ്ധിയുടെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ
ജീവിതത്തിൽ മുന്നേറാനായിട്ട് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുവന്ന റോസപ്പൂ കൊണ്ട് നമുക്ക് നിഷ്കളങ്കതയെ, ലാളിത്യത്തെ, ശാരീരിക മാനസിക ആത്മാവിലുമുള്ള നിഷ്കളങ്കതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചുവന്ന നിറം പോലെ അമ്മ ജീവിതത്തിൽ ഏറ്റെടുത്ത 7 വ്യാകുലങ്ങള് സഭയ്ക്ക് വേണ്ടി അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ആ വ്യാകുലങ്ങൾ ഏറ്റെടുത്തത്. കുരിശാകുന്ന തണ്ടിലെ മകന്റെ വേദനകളും വേദനകളിലെ അവസാനം ഉണ്ടായ ആ റോസാപ്പൂവ് പോലെയാണ് മാതാവ് നമുക്ക് വേണ്ടിയും റോസാപ്പൂവ് നൽകുന്നു. നമ്മുടെ ആത്മീയ ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ റോസാപ്പൂവാണ് പരിശുദ്ധ അമ്മ. ഏറ്റവും നല്ല സ്വർഗത്തിലെ ദൈവം നൽകിയ ഏറ്റവും മനോഹരമായ റോസാ പുഷ്പമായ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. മനോഹരമായ പുഷ്പമാണ്. ഈ ലോകത്തെ ജനിച്ച് ഫലരഹിതമായ ഈ ലോകത്തില് തന്നെ വിരിഞ്ഞ് പുഷ്പമായി വിരിഞ്ഞുകയും പരിശുദ്ധിയും വിശുദ്ധിയും നിറഞ്ഞ സുഗന്ധവും സ്വരൂപവും നിറഞ്ഞു നിൽക്കുന്ന ദേവീ രഹസ്യങ്ങളിലെ മനോഹരമായ റോസപ്പൂവാണ് പരിശുദ്ധ അമ്മ. ഈ ലോകത്തിന് ദൈവീയമായ രഹസ്യങ്ങള് വെളിപ്പെടുത്താനായിട്ട് ദൈവം സ്വർഗീയ രഹസ്യങ്ങള് സ്വർഗീയ രാജ്ഞിയായ പുഷ്പമായ പരിശുദ്ധ അമ്മ വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അനുതാപത്തിന്റെ കണ്ണുനീർത്ത് നോക്കി തന്റെ മധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ വഴികാട്ടിയും സംരക്ഷിക്കുകയും നമ്മുടെ സ്വർഗം വരെ എത്താനുള്ള വഴികാട്ടിയും നമ്മുടെ കൂടെ ആയിരിക്കുന്ന, എപ്പോഴും നമ്മളെ കൂടെ അമ്മയുണ്ടായിരിക്കുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇപ്രകാരം എന്നെ ബഹുമാനിക്കുന്ന സന്യസ്ത സമൂഹം ഇടവ വൈദികർക്കും പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും അവർക്ക് ധാരാളമായ ദൈവം ലഭിക്കുമെന്നും ദൈവസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ വിശുദ്ധി ഉണ്ടാകുകയും ഞാൻ അമ്മയോത്ഭവയും വരപ്രസാദപര വ്യക്തിയും ആണെന്നും അമ്മ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആയിരത്തി 1973 മുതൽ ജൂലൈ മുതൽ റോസാ മിസ്റ്റിക് മാതാവിന്റെ രൂപങ്ങൾ പലപ്പോഴും കരയുന്ന എപ്പോഴും കരുണേവാതിലൂടെ മാനവകുലത്തോട് ഈശോയ്ക്ക് എത്തിയാനായിട്ട് പ്രത്യേകമായി ദൈവം തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. പ്രാർത്ഥനയും പ്രാശ്ചിത്വവും വഴി നമ്മൾ പരിശുദ്ധ കന്യകാമറി വഴി ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിരസിക്കാനായിട്ട് ദൈവം ഇട നൽകുകയില്ല. അനുദിന ജീവിതത്തിലെ ഏറ്റവും ചെറിയമായ കുരിശുകൾ പോലെ ഈശോയുള്ള സ്നേഹത്തെ പ്രതിയും സ്വീകരിക്കുകയും അത് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യാനായിട്ട് പരിശുദ്ധമായി നമ്മെ ഓർപ്പിക്കുന്നു.
ജോലികളെല്ലാം വിശ്വസ്തയോടെ പ്രാശ്ചിത്ത രൂപയിൽ നിർവഹിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസ്തരായിട്ട് യേശുവുമായുള്ള ഐക്യത്തിൽ ദൈവീയമായ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ അനുദിന ജോലികൾ ചെയ്യുവാനും അതെല്ലാം മറ്റുള്ളവർക്ക് നിയോഗം വെച്ച് കാഴ്ചവെക്കാനും മാതാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സ്വർഗത്തിലെ സമ്മാനമാണ് പരിശുദ്ധ കന്യാമറിയം. ആത്മീയത ഉയരങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ജപമാല എടുത്ത് ഇടമുറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കൃപകൾ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് അമ്മ വഴി വർഷിക്കപ്പെടും. ജപമാലയിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പോലും ദൈവം ഇന്നേവരെ സാധിച്ചു തരാതിരിക്കുകയില്ലെന്ന് വിശുദ്ധ ആത്മാക്കളെല്ലാം ഒരേ വിധം സാക്ഷ്യപ്പെടുത്തുന്നു. ജപമാലയിലെ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അങ്ങനെ അത് മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിക്കാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നന്മ നിറഞ്ഞ പ്രാർത്ഥന ഉച്ചത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ചെല്ലുമ്പോൾ കുടുംബത്തിലും കുടുംബാന്തരീക്ഷത്തിൽ നിന്നും പൈശാചിക ശക്തികളെല്ലാം തിന്മയ ശക്തികളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. നന്മ നിറഞ്ഞ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കുകയും അമ്മ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഏത് ജോലിയുടെ ഇടയിലും ജയമാല ചൊല്ലുവാനായിട്ട് അങ്ങനെ നമ്മൾ ദൈവിക സാന്നിധ്യത്തിൽ ആയിരിക്കാനായിട്ട് ജോലികൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവികമായ സാന്നിധ്യങ്ങളും ശക്തി കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ആ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വരാനായിട്ട് നമ്മൾ ആത്മീയമായിട്ട് വളരാനായിട്ട് നമ്മളിലുള്ള ദുഃഖങ്ങൾ നിരാശകൾ നിറഞ്ഞ സമയങ്ങളിലെല്ലാം ജയമാല ചൊല്ലുമ്പോൾ ദൈവികമായ ഒരു ആനന്ദം കൊണ്ട് നമ്മളെ ദുഃഖങ്ങളെല്ലാം എടുത്തു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഏതും കുറവുകളെയും നിറവുകളാക്കി മാറ്റാനായിട്ട് കാനായിൽ കല്യാണ വീട്ടില് കൽഭരണികളില് കാലിയായ കൽഭരണികളെല്ലാം ആ സമയത്തെല്ലാം അതെല്ലാം നിറവുകളാക്കി തീർത്തതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ ഈശോയിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുറവുകളെല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ദൈവം നിറവായിട്ട് തീർക്കും. ദൈവവുമായി ഐക്യപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിച്ചത്. ലൂക്ക 1:48 കാണാൻ സാധിക്കും. തലമുറ തോറും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ജയമാല വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നവര് വിശ്വാസത്തോടെ ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന് സ്വർഗീയമായ കൃപകൾ കൊണ്ട് ആ വ്യക്തികളെ നിറയ്ക്കും. 1 കൊരിന്ത്യർ 3-16 നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവും വസിക്കുന്ന ബോധ്യത്തില് ദൈവവുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഐക്യപ്പെടാനായിട്ടും സ്വർഗം തന്നെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്
ജപമാല പ്രാർത്ഥന എന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ ഉണ്ടാവുകയും നമ്മുടെ മക്കളെയും പരിശുദ്ധ അമ്മയെ അടിമ വയ്ക്കാനും അങ്ങനെ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി നമ്മുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കാം. ഈ ലോകത്ത് എന്തൊക്കെ നമ്മൾ വെട്ടിപ്പിടിച്ചാലും നമ്മൾ അവസാനം നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു വിജയമായ ഒരു ജീവിതമായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി കൂടി ദൈവത്തെ പൂർണ്ണമായി അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അവൾ ഭാഗ്യവതി. അങ്ങനെ പരിശുദ്ധാമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധാമ്മ. നരകത്തിന്റെ വായിൽ നിന്ന് പോലും ആത്മാക്കളെ പിടിച്ചെടുത്തു കൊണ്ടുവരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സാധിക്കുമെന്ന് പല വിശുദ്ധരും അഭിപ്രായപ്പെടുന്നു. നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും ലോകത്തിലുള്ള എല്ലാ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് പ്രതി ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എല്ലാ കൃപകളും ആ വ്യക്തികൾ ഓരോരുത്തരുടെ മേൽ ഇപ്പോൾ നിറയ്ക്കണമേ. പൈശാചിക പീഡകൾ കഴിയുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയും വീണ്ടെടുക്കുവാനായിട്ട് ജയമാല ചൊല്ലിയും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. മനസാന്തരമില്ലാതെ ഉള്ള ജീവിതങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. മരവിച്ച മനസ്സുള്ള വ്യക്തികളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവം വീണ്ടും സൗഖ്യവും സമാധാനവും ഈ ലോകത്തിലെ പാപങ്ങൾ വളരെ പാപത്തിൽ ഇരിക്കുന്ന സകല വ്യക്തികളെയും പാപം ഇത്രയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വളരെ ശക്തമായ ഒരു ആയുധമാണ്. അനുതാപവും തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ 7 ആകുലങ്ങൾ ധ്യാനിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴിയും ത്രിത്യേക ദൈവത്തിന് ആരാധന പ്രാർത്ഥനകൾക്ക് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ തലമുറ വിശ്വാസത്തിൽ മുന്നേറി പോകുന്നെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തോടെ അനുതരണം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങള് ഈശോയോട് ചേർന്ന് സഹിക്കാനായിട്ട് അങ്ങനെ അതെല്ലാം രക്ഷയുടെ അനുഭവങ്ങളാക്കി മാറ്റി തീർക്കാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണ ജപമാല ചൊല്ലി കഴിഞ്ഞതിൽ ഉയർന്ന വ്യക്തികൾക്ക് മാത്രമാണ് തിരുരക്തത്തിന് കണ്ണുനീരിൻ്റെ ജപമാലൊക്കെ ചൊല്ലാനായിട്ട് തിരുരക്ത ജപമാല, തിരുമുഖത്തിന് ജപമാല, പിന്നെ കുരുക്കഴിക്കുന്ന മാതാവിന് ജപമാല, അങ്ങനെ ഒത്തിരി ജപമാലകൾ ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. ഈശോ കുരിശ് എടുത്തുകൊണ്ട് ഈശോയുടെ കൈകളിലും കാലുകളിലേക്കും ആണിപ്പായതുകൾ തുളച്ചു കഴിയപ്പോഴാണ് ഈശോ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹത്വത്തിന്റെ ഈശോ അനുത്താനത്തിന്റെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള അതിനേക്കും കൂടുതൽ അത്ഭുതങ്ങൾ ഈശോ മരിച്ചതിന് ശേഷമാണ് ഈശോ
ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈശോ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വേദനകൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തി പത്രോസ് ആദ്യമായിട്ട് പ്രസംഗിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒത്തിരി വ്യക്തികൾ മാനസാന്തരത്തിലേക്ക് ഒരു പ്രസംഗം വഴി അങ്ങനെ ആദിമ സമൂഹത്തിന് രൂപം നൽകാനായിട്ട് കൃപയുടെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് പത്രോസ്ലിഹയ്ക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയെ നമുക്ക് തരുന്നതിന് മുമ്പ് ഈശോ കുരിശിലെ വലിയ ആ ഒരു വേദനയിലൂടെ സഹനത്തിലൂടെ ഈശോ നടക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് കുരിശിന്റെ അരികത്ത് വെച്ചാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തത്. യോഹന്നാനത് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ ജീവിതത്തിലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഏറ്റവും കൂടുതലും വെളിപ്പാടിന്റെ ഗ്രന്ഥങ്ങളൊക്കെ എല്ലാ വെളിപ്പാടും ലഭിച്ച ഒരേ ഒരു ശിഷ്യൻ യോഹന്നാൻ മാത്രമാണ്. അങ്ങനെ ദൈവം പാപഭാവങ്ങളിൽ ജീവിക്കുന്ന സകല വ്യക്തികളിൽ നിന്നും പിശാചിനെ ദൈവം പ്രതികാരം ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ നിത്യമായൊരു സന്തോഷം, ആനന്ദം നമുക്ക് നൽകും. ദുഃഖങ്ങളും നിരവീർപ്പുകളും എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മ ചേർന്ന വ്യക്തികൾക്ക് ഈ ഒരു ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവീകമായ പ്രകാശത്തിൻ്റെയും ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു കുടുംബങ്ങളിൽ നിന്ന് ഈശോയുടെ ജപമാല പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വ്യക്തിപരമായ ജീവിതങ്ങളിൽ നിന്ന് അന്ധകാരവും എടുത്തു മാറ്റി അങ്ങനെ കൃപയുടെ സമൃദ്ധി കൊണ്ട് അവരോരോരുത്തരെയും നിറയ്ക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെ ജീവിതത്തിലെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രകാശം കൊണ്ട് അമ്മ ഓരോരുത്തരെയും നിറയ്ക്കും. കാനായിൽ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഴിയും വെള്ളം വീഞ്ഞാക്കി മാറ്റി. നിരാശയില് കഴിയുന്ന മക്കള് പ്രത്യാശ നൽകാനായിട്ട് ജടിയമായ പാപങ്ങളിൽ നിന്ന് മുഴുകി ജീവിക്കുന്ന വ്യക്തികളെയെല്ലാം പിശാചിൽ നിന്ന് ദുർഭാവത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ആ വ്യക്തികളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയും നമുക്ക് ആ വ്യക്തികളിലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ജടികമായ പാപങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളെയും ആ പാപങ്ങളിൽ നിന്ന് വീണ്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു പിശാച് എന്ന ദുർബോധത്തെ അതിൽ നിന്ന് മോചനം നേടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള അന്ധകാരന്മാരും പ്രകാശം വന്ന് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്ന് നിറയും. പരോശ്രമിക മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരങ്ങൾ എടുത്തു മാറ്റിയും സ്വർഗീയമായ പ്രകാശം കൊണ്ട് അവരോരോരുത്തർ നിറയ്ക്കും. അത് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഇരുട്ടുകൾ മാറ്റാനായിട്ട് അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മുടെ
വ്യക്തി ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ തലമുറയിലുള്ള എല്ലാ അന്ധകാര ശക്തികളും എല്ലാ അന്ധകാരങ്ങളും എടുത്തു മാറ്റിക്കൊണ്ടും പ്രകാശം കൊണ്ടും പരിശുദ്ധ അമ്മ നിറയ്ക്കും. യോഹന്നാനെ കിട്ടിയതുപോലുള്ള പ്രകാശം അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവികമായ പ്രകാശം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കും. നമ്മെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വർഗീയമായ ഒരു ആനന്ദം ഈ ലോകത്ത് തന്നെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കാനായിട്ട് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. കാനായിലെ വീട്ടിലെ അമ്മ വന്നപ്പോൾ ആ ഒരു മേൽത്തരമായ വീഞ്ഞ് അവർക്ക് ലഭിച്ചു. അതുപോലെ സ്വർഗത്തിന്റെ മുനാസാധനം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള പ്രാർത്ഥനകള് ദൈവികമായ പരിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിമളം എടുത്തുന്നൊരു പരിശുദ്ധിയാണ് പരിശുദ്ധ അമ്മ. അതുപോലെ കാറ്റും കോളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മുടെ ജീവിതത്തിന് ഇടപെടണമെങ്കിൽ കാനായിലെ അത്ഭുതങ്ങള് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം ആക്കി തീർത്തതുപോലെ അങ്ങനെ കർത്താവില് ശരണപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തികൾക്കും ജീവിതത്തിൽ ഒരിക്കലും നഷ്ടം വരികയില്ല എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തില് ഒത്തിരി വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ നിരാശയുടെ വക്കില് ഇരിക്കുന്ന എല്ലാ വ്യക്തികളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നിരാശകളും മാറ്റിയും പ്രത്യാശയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടായില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും നിരാശ ഉണ്ടായിരുന്നില്ല. കർത്താവില് ശരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ദൈവം ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നും പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതേപോലെയുള്ള കൃപകളും അമ്മ നൽകും. നമ്മുടെ ജീവിതത്തിലെല്ലാം പാപങ്ങളൊക്കെ ഒത്തിരി ചെയ്തു കഴിഞ്ഞാല് ദൈവത്തിന്റെ കോപം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്ന് വരുമെന്ന് നമുക്ക് അമ്മ മുന്നറിയിപ്പ് നൽകുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മയെന്ന് പറഞ്ഞാല് പാപബോധമില്ലാത്ത ഒരു തിരിച്ച് നടക്കാനായിട്ട് ഉള്ള ഒരു ബോധ്യം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് ഇന്നുള്ളത്. അവരെല്ലാം പാപത്തില് തുടരുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരാനായിട്ട് സാധിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ആ പാപത്തിൽ തന്നെ തുടരുകയും അങ്ങനെ പാപത്തിൻ്റെതായ ഒരു തുടർച്ച ഉണ്ടായി നിത്യനാശത്തിലേക്ക് വീഴുന്നതാണ് ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പാപം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ തുടരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മ വഴിയും ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്നല്ല മോചനം ലഭിച്ചുകൊണ്ട് പിന്നെ പാപം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മളിൽ പാപമില്ല എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് അങ്ങനെ കൃപകളും നല്ലൊരു കുമ്പസാരം വഴി നടത്തിക്കൊണ്ട് പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നു ശരീരത്തെ എല്ലാ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട്. ശരീരത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നത് ആത്മീയമായൊരു നഷ്ടപ്പെടുത്തുന്നതിൽ ഇടയായിത്തീരും. ലഹരി പദാർത്ഥങ്ങള്, ജനികമായ പാപങ്ങള്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങളാണ്. നിങ്ങളെ ജീവിതങ്ങളെ സജീവ ബലിയായ ദൈവത്തിന് സ്വീകാര്യമായ സജീവ ബലികളായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാനെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള രോഗങ്ങള് മാറണമെങ്കിൽ പരിശുദ്ധ അമ്മ വഴിയും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മളിൽ നിന്നുള്ള സകല പൈശാചിക ശക്തികൾ വിടുതൽ പ്രാപിക്കുകയും നമ്മെ നിന്നുള്ള സകല രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമ്മെ സൗഖ്യപ്പെടുത്താനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക്
ഓർമ്മിക്കാം. ജോൺ 2 മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. ഉത്കണ്ഠ, ദുഃഖം, ആകുലത അങ്ങനെ നിറഞ്ഞ വ്യക്തികൾക്കെല്ലാം ഈ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പിന്നെ പ്രകാശത്തിൻ്റെയും അങ്ങനെയെല്ലാം രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റും. അങ്ങനെ ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളുള്ള കുറവുകൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധമ്മ. അങ്ങനെ ദർശനീയ അർത്ഥത്തില് ഈ പരിശുദ്ധമ്മ സഹരക്ഷകയായി തീർന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ ഏറ്റവും അടുത്ത ആഴത്തില് സ്നേഹിച്ച വ്യക്തി മാതാവ് മാത്രമാണ് ഈ ലോകത്തുള്ളത്. അങ്ങനെ നമ്മളില് ഈശോയോടുള്ള ഒരു സ്നേഹത്തില് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കാം. ശൂന്യമായ കൽഭരണിയില് ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ശൂന്യമായ ഒത്തിരി മേഖലകൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ ഉണ്ടാവും. ആ മേഖലയിലെല്ലാം കാനാല് കല്യാണ വീട്ടിലും ശൂന്യമായ കൽഭരണിയെല്ലാം വക്കോളം വീഞ്ഞുകൊണ്ട് നിറച്ച പരിശുദ്ധമ്മ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈശോയിൽ നിന്ന് നമുക്ക് അത്ഭുതങ്ങളും കൃപകളും വാങ്ങിത്തരാനായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലും കുരിശുകളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങള്, മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കുന്നില്ല ബോധമുള്ള ചിന്തകള്, ഇതെല്ലാം മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മെ കൂടുതൽ ആശ്വസിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തർ നിറയ്ക്കുകയും ചെയ്യും. സിഹോൻ മാളികയിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവരോരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായത്. അതേപോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാലയിലെയും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ എത്തിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, ദാനങ്ങൾ ഒഴുകപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നത്. ലൂക്ക 1:45 കാണാൻ സാധിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈശോയെ നമ്മൾ ജീവിതത്തെ നോക്കി കാണാനായിട്ട് അങ്ങനെ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയിലേക്ക് എത്തിപ്പെട്ടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ജപമാല വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഉരുവിടുമ്പോൾ ജപമാല എന്ന് പറഞ്ഞാൽ ഒന്ന് ഗബ്രിയേൽ ദൂതൻ അറിയിച്ച ദൈവസ്വർഗത്തിലെ സന്ദേശമാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. ആ വചനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരുവിടുമ്പോൾ ഒരു വിശ്വാസം നമ്മളിൽ പൂർണ്ണമായി ഉറക്കുകയും നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുകൊണ്ട് ആ വചനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരുവിടുമ്പോൾ ദൈവം നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, ദാനങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വർഷിക്കാനായിട്ട് ഇടവരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അനുതാപത്തിൻ്റെയും കരുണത്തിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും വഴിയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ റോസമിസ്റ്റിക മാതാവിൻ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് തീരാനായിട്ട്, പ്രത്യേകിച്ച് വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട്, അവരുടെ കുറവുകൾ ഇന്നൊത്തിരിയും വിപുലീകരിച്ച് കാണുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓസ്തമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം എന്നീ പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഓസ്തമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളം നേർന്നുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ